തൃശൂർ വരന്തരപ്പള്ളിയിൽ ഭർത്താവ് ഭാര്യയെ കൊലപ്പെടുത്തി സെയിൽസ് ഗേളായി ജോലി ചെയ്യുന്ന ദിവ്യയാണ് കൊല്ലപ്പെട്ടത്. ഭാര്യ നെഞ്ചുവേദന മൂലം മരിച്ചെന്നാണ് ഭർത്താവ് കുഞ്ഞുമോൻ ബന്ധുക്കളെ അറിയിച്ചത്. ഇൻക്വസ്റ്റിനിടെയാണ് പോലീസിന് സംശയം തോന്നിയത്. വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് ലെവിൻ കെ വിജയൻ ചേരുന്നു. വിവരങ്ങൾ നൽകാൻ ലെവിൻ, ഈ കൊലപാതക ശ്രമം, അത് കൊലപാതകം മറച്ചുവെക്കാനുള്ള ശ്രമമാണ് പ്രതിയുടെ ഭാഗത്തുനിന്നുണ്ടായതല്ലേ? പോലീസിന്റെ കണ്ടെത്തൽ എങ്ങനെയാണ്? ദിവ്യയും കുഞ്ഞുമോനും 11 വയസ്സുകാരനായ മകനും വരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷന് സമീപമുള്ള വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു. ഇവർ തമ്മിൽ കുടുംബപരമായ പ്രശ്നങ്ങളെ തുടർന്നുണ്ടായ തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പോലീസ് സംശയിക്കുന്നത്. ദിവ്യ സെയിൽസ് ഗേളായി ജോലി നോക്കുന്ന ആളാണ്. ദിവ്യയ്ക്ക് മറ്റൊരാളുമായി സൗഹൃദമുണ്ടെന്നുള്ള തെറ്റിദ്ധാരണയെ തുടർന്നാണ് കൊലപാതകം നടന്നത് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന സൂചന. ഇന്നലെ നടന്ന സംഭവം, ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഇരുവരും തമ്മിൽ വാക്കേറ്റം ഉണ്ടാവുകയും ഭർത്താവായ കുഞ്ഞുമോൻ ദിവ്യയുടെ കഴുത്തിൽ ഞെരിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു ഉണ്ടായത്. ഇതിനിടയിൽ ദിവ്യയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞ് വരന്തരപ്പള്ളിയിൽ തന്നെയുള്ള ഒരു സ്വകാര്യ ക്ലിനിക്കിലേക്ക് ഭാര്യയുമായി ഇയാൾ ഒരു ഓട്ടോയിൽ എത്തുന്നു. ഡോക്ടറോട് ഭാര്യയ്ക്ക് നെഞ്ചുവേദന അനുഭവപ്പെട്ടു എന്ന് പറയുന്നു. ഡോക്ടർ പരിശോധിച്ച് യുവതി മരിച്ചതായി സ്ഥിരീകരിക്കുന്നു. അതിനുശേഷം ഇതേ ഓട്ടോയിൽ തന്നെ യുവതിയുടെ ബോഡിയുമായി കുഞ്ഞുമോൻ വീട്ടിലേക്ക് എത്തുന്നു. വീട്ടിലെ കട്ടിലിൽ ബോഡി കിടത്തിയതിനു ശേഷം തൊട്ടടുത്ത അയൽവാസികളോട് ഭാര്യ നെഞ്ചുവേദനയെ തുടർന്ന് മരണപ്പെട്ടു എന്ന് അറിയിക്കുന്നു. തൊട്ടു പിന്നാലെ തന്നെ ബന്ധുക്കളെയും അടുത്ത സുഹൃത്തുക്കളെയും ഒക്കെ അറിയിക്കുന്നു. രാത്രിയോടുകൂടി ബന്ധുക്കൾ എത്തുന്നു. ഈ സമയത്ത് തൊട്ടടുത്ത് തന്നെയുള്ള വരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷനിലുള്ള ഉദ്യോഗസ്ഥരിൽ ചിലരും, ഈ 34 വയസ്സ് മാത്രമാണ് യുവതിക്ക് പ്രായം, അതുകൊണ്ട് തന്നെ ഈ പ്രായത്തിനിടയിൽ ഒരാൾ മരിച്ചു എന്ന് കേട്ട് ആ പ്രദേശത്തുള്ള പോലീസുകാരും ഇവരുടെ വീട്ടിലേക്ക് എത്തുന്നു. അവർ നടത്തിയ പ്രാഥമികമായ പരിശോധനയിൽ ചില സംശയങ്ങൾ തോന്നുകയും ഈ സംശയങ്ങൾ തോന്നി അത് ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിക്കുകയുമായിരുന്നു. ഇന്ന് രാവിലെ ഫോറൻസിക് വിദഗ്ധരടക്കം ആ വീട്ടിലേക്ക് എത്തുമ്പോഴാണ് കുഞ്ഞുമോൻ ഇത്തരത്തിൽ തന്റെ മുകളിൽ പോലീസിന്റെ സംശയദൃഷ്ടികൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുകയും 11 വയസ്സുകാരനായ മകന്റെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. പരസ്പര വിരുദ്ധമായി അച്ഛനും മകനും മൊഴി നൽകിയതോടുകൂടിയാണ് ഇത് കൊലപാതകം എന്നുള്ള നിലയിലേക്കുള്ള സംശയങ്ങളിലേക്ക് എത്തുന്നത്. അതിനു മുൻപ് ദിവ്യയ്ക്ക് ശ്വാസതടസ്സ സംബന്ധമായ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതായും ചില വിവരങ്ങളുണ്ട്. കൊലപാതകത്തിനുള്ള കാരണം എന്തെന്നടക്കമുള്ള കാര്യങ്ങൾ ഇനിയും വ്യക്തമാവേണ്ടതുണ്ട്. കുടുംബ പ്രശ്നങ്ങളെ തുടർന്നുണ്ടായ തർക്കം തന്നെയാണ് ഇതിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് നൽകുന്ന സൂചന. ഇൻക്വസ്റ്റ് നടപടികൾ ഇന്ന് രാവിലെയാണ് പൂർത്തീകരിച്ചത്. മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാനായി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുഞ്ഞുമോനെ വരന്തരപ്പള്ളി പോലീസ് കസ്റ്റഡി എടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. അരുണ്യ. ശരി, തൃശൂർ വരന്തരപ്പള്ളിയിലാണ് ഭാര്യയെ ഭർത്താവ് കൊലപ്പെടുത്തിയത്. ലെവിൻ കെ വിജയനാണ് വിവരങ്ങൾ നൽകിയത്.